നാളെ നിങ്ങളുടെ പരീക്ഷയാണ്. പരീക്ഷയുടെ തലേ ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് ഒരു അത്ഭുത വിളക്ക് കിട്ടുക. ആ അത്ഭുത വിളക്ക് നിങ്ങൾ സ്ക്രാച്ച് ചെയ്യുന്നു, ഭൂതം പുറത്തേക്ക് വരുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഭൂതം നിങ്ങളോട് ചോദിക്കുകയാണ്, എന്റെ യജമാനാണ്, എന്ത് നിന്റെ ഏത് ആഗ്രഹമാണ് ഞാൻ സാധിച്ചു തരുന്നത്? നിങ്ങൾ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പറയുന്നു, ഏയ് ഭൂതമേ, നാളെ എന്റെ പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് പ്രഡിക്റ്റ് ചെയ്ത് തരികയാണെങ്കിൽ അത് വളരെ നന്നായേനെ. ഭൂതം നിസ്സംശയം പറയും, നിസ്സാരം. ഇതൊരിക്കലും നടക്കാത്ത ഒരു കെട്ടുകഥയെ തോന്നുന്നുണ്ടല്ലേ? ഭൂതവും അത്ഭുത വിളക്ക കഥ തന്നെ. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു നിഹാൽ പെർസ്പെക്റ്റീവ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് പരിഗണന വെക്കുക. കാരണം അവരും എന്തെങ്കിലുമൊക്കെ പ്രെഡിക്റ്റ് ചെയ്ത് പഠിക്കേണ്ട. എക്സാം സമയം എത്തിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എക്സാമിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുകയാണ്. എക്സാം ഏതായാലും കുറച്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ. നിങ്ങളെ വീട്ടിലുള്ള പ്രഷർ ഉണ്ടായിരിക്കും, ടീച്ചേഴ്സിന്റെ ഭാഗത്തുള്ള പ്രഷർ ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇപ്പോൾ എക്സാമിന് സമയത്ത് ഒരു പ്രഷർ ബോംബായി മാറിയിരിക്കുകയാണ്. ഈ പ്രഷർ നമുക്ക് എങ്ങനെ റിലീസ് ചെയ്ത് വിടാം? ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം? പരീക്ഷ പേപ്പറിലെ ചോദ്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ റൂൾ സേവ് പ്ലസ് ഡിലീറ്റ് റൂൾ. ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തെല്ലാമാണ് പഠിക്കേണ്ടാത്തത്, എന്തൊക്കെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സിലബസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10ഓളം സബ്ജക്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 10ഓളം സബ്ജക്റ്റുകളായിട്ട് 100ലധികം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 100ലധികം ചാപ്റ്റേഴ്സിന്റെ ലൈൻ ബൈ ലൈൻ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ല. ഇത് ആർക്കാ സാധിക്കാം? ഇവിടെയാണ് നമ്മൾ ആ ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജി ഉപയോഗപ്പെടുത്തേണ്ടത്. ദ ഇമ്പോർട്ടന്റ് തിങ്സ്, ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കാം. മാത്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, ഇതിൽ ഓരോ ചാപ്റ്റേഴ്സിന്റെയും പ്രധാനപ്പെട്ട ടോപ്പിക് നിങ്ങൾ 1 by 1 ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ടോപ്പിക് മനസ്സിലാക്കുക? ആദ്യം നമ്മൾ സിമ്പിൾ മെത്തേഡ് ഉപയോഗിക്കുക. നമ്മൾ വലിയ എയും ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ സ്വന്തം ഫ്രണ്ട്സിനോട് ചോദിക്കാം, എടാ ഏതാണ് ഈ ചാപ്റ്റേഴ്സിൽ പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ? അപ്പൊ അവൻ കുറെ കാര്യങ്ങൾ അവൻ പറഞ്ഞു തരും. രണ്ടാമത് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം. അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു തരും, ഇതാ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഈ രണ്ടാളുകൾ ടീച്ചേഴ്സിനെയും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കവർ ചെയ്യുമ്പോൾ ഏകദേശം 60% കാര്യങ്ങൾ സെറ്റായി. ഇനി പ്രധാനപ്പെട്ട 40% ആ കാര്യങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ പരീക്ഷ പേപ്പറിൽ എന്താണ് വരിക എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കി കഴിയും. ഇനി സെക്കൻഡ് മെത്തേഡ്, ഇനി ഒരു എഫേർട്ട് കൊടുക്കാതെ, ഒരു ബുക്കും റെഫർ ചെയ്യാതെ, ഒരാളോടും ചോദിക്കാതെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും എങ്ങനെ മനസ്സിലാക്കാം എന്നറിയാൻ ഏറ്റവും സിമ്പിൾ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂപോയിന്റ് 7th മുതൽ 12th വരെ വരുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ PYQs നിങ്ങളുടെ ഷുവർ ക്വസ്റ്റ്യൻസും ലൈവ് സീരീസും എല്ലാം സിമ്പിൾ ആയി വിതൗട്ട് എനി എഫോർട്ട് നിങ്ങൾക്ക് എവിടെ കിട്ടും? ഈ യൂട്യൂബ് ചാനൽ കിട്ടും. സോ അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഒരു എഫോർട്ട് കൊടുക്കാൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ എത്തും. ഇനി തേർഡ് മെത്തേഡ്, PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായി നിങ്ങൾ റെഫർ ചെയ്തിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. നമ്പർ 1, ഓരോ ചാപ്റ്റേഴ്സിനും എത്ര വെയിറ്റേജിന്റെ മാർക്കിന് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിനും എത്ര മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എക്സാം പാറ്റേൺ കൃത്യം മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് തേർഡ് വൺ, ഈ PYQലെ 1, 2, 3, 4, 5, 6 ക്വസ്റ്റ്യൻസ് നിർബന്ധമായി റിപ്പീറ്റ് ചെയ്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 മെത്തേഡ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷയ്ക്ക് ഏത് ചോദ്യമാണ് വരിക എന്നുള്ളത് എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാം. കൃത്യമായ റിസർച്ച് നമ്മളെ പഠിക്കുന്ന മേഖലയെ പറ്റി, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി, നമ്മളെ എക്സാമിനെ പറ്റി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ സാധിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഇതൊന്നും എന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? എഡ്യൂപോയിന്റ് ചാനൽ ഫോളോ ചെയ്താൽ മതി. സോ നമ്മുടെ എക്സാം ഹാക്ക് സീരീസ് ഈസ് ഗോയിങ് ഓൺ. ഒരുപാട് വീഡിയോസ് നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റഡി ടിപ്സ്, മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ചാനൽ വന്നുകൊണ്ടിരിക്കും. ആദ്യമായി നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ നിർബന്ധം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ് ബൈ.